ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോഴേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എണ്ണമാങ്ങയാണ്. അപ്പോൾ മാങ്ങാക്കാലമൊക്കെ അല്ലേ, അപ്പോൾ എല്ലായിടത്തും മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് ആദ്യം ഒരു എണ്ണമാങ്ങ ഉണ്ടാക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഓരോ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുക്കണം. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതനുസരിച്ച് ഇച്ചിരി വലിപ്പത്തിന് കട്ട് ചെയ്തെടുക്കണേ. ഈ എണ്ണമാങ്ങ ഇടുന്നതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഒരുപാട് കാലം കേടുകൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പെട്ടെന്നൊന്നും കേടാവത്തില്ല. ഗൾഫ് രാജ്യത്തൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി മാങ്ങ അച്ചാറാണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ നല്ലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ നല്ലെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ എണ്ണ ചൂടായിട്ട് അതിലോട്ട് കുറേ വറ്റൽമുളക്, ആവശ്യത്തിന് വറ്റൽമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു 10-20 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കോരുക. എന്നിട്ട് ആ എണ്ണയിൽ കുറച്ച് കറിവേപ്പില അതും ഒന്ന് ഫ്രൈ ചെയ്ത് കോരിയതിന് ശേഷം നമ്മുടെ മാങ്ങയില്ലേ, മാങ്ങ കുറച്ചായിട്ട് അതിലോട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട്, അതിൻ്റെ തോടൊക്കെ വന്നിട്ട് ക്രിസ്പി ആയിട്ട് വരും. ആ രീതിക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് ഫ്രൈ ചെയ്താൽ മാത്രം കുറേ കാലം ഇരിക്കുള്ളൂ കേട്ടോ. ഓവറായിട്ട് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ അങ്ങനെ അധികം നാളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കുറച്ച് നാളൊക്കെ അതില്ലാണ്ടായി പോകും. മറ്റേത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ഒക്കെ ആക്കി നല്ല ക്ഷമയോട് കൂടി നല്ലതുപോലെ ഫ്രൈ ചെയ്തൊക്കെ എടുത്ത് നമ്മൾ ഈ മാങ്ങാച്ചാർ ഇടുവാണെങ്കിൽ പറഞ്ഞത് കണക്ക് ഒരുപാട് കാലം നമുക്ക് കേടുകൂടാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ മാങ്ങയൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വറ്റൽമുളകും കറിവേപ്പിലയില്ല അതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ ചട്ടി തന്നെ എടുത്ത് എണ്ണയൊക്കെ മാറ്റിയിട്ട് അതിലോട്ട് പൊടിച്ച മുളകും കറിവേപ്പിലയും കൂടി തട്ടി നമുക്ക് അതിനാവശ്യത്തിനുള്ള മസാലകൾ ചേർത്തിക്കണം. ഞാൻ അല്പം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പേരിന് എരിവിനും കളറിനും വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉലുവപ്പൊടി, കടുക് പൊടിച്ചതാണ് കേട്ടോ. കടുക് ജസ്റ്റ് ഒന്ന് വറുത്തു അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് നമ്മുടെ മാങ്ങയ്ക്കും എല്ലാത്തിനും ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ കായ അറിയില്ല, അളവിനനുസരിച്ച് കായം ചേർക്കുക. എന്നിട്ട് മാത്രം ചട്ടി ചൂടാകാനായിട്ട് അടുപ്പുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ആവശ്യാനുസരണം ചേർത്തതിന് ശേഷം മാത്രം നമ്മുടെ സ്റ്റവ് അടുപ്പ് ഓണാക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പിടിക്കും. നമ്മുടെ ഇടുന്ന മസാലകളുടെ പച്ചമണം മാറണം. അത് മാറുന്നത് വരെ നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം കേട്ടോ. ചെറുത് തീയിലിട്ട് വേണം നമ്മളിത് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തീ കുറച്ച് തന്നെ വെക്കണം. കൂടി കഴിഞ്ഞാൽ അറിയാമല്ലോ, ഫ്രൈ നന്നായിട്ട് അത് കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇച്ചിരി പോലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പച്ച കുത്തൊക്കെ മാറുന്നത് പച്ച മസാലയുടെ മണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയില്ലേ അത് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നേരത്തെ ഫ്രൈ ചെയ്തതിന് കുറച്ച് ഓയിൽ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് ഈ പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണമാങ്ങ ഇരിക്കുകയാണ് കേട്ടോ ടേസ്റ്റ് കൂടുന്നത്. എത്ര പഴക്കം ചെല്ലുന്നോ അത്രയും രുചിയും ഇതിൽ കൂടുതലായിട്ട് മാറും. അതാണ് ഈ എണ്ണമാങ്ങയുടെ പ്രത്യേകത. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.